രമേശൻ മേസ്ത്രിയുടെ ഡയറിയിൽ വെട്ടലുകളും തിരുത്തലുകളും കുറവായിരുന്നു. 30 വർഷത്തെ അനുഭവ പരിചയം അയാളെ പഠിപ്പിച്ചത് സിമന്റും മണലും തമ്മിലുള്ള അനുപാതം മാത്രമല്ല, മനുഷ്യനും മണ്ണും തമ്മിലുള്ള കണക്കുകൾ കൂടിയാണ്. ഒരു കെട്ടിടം പണിയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് തീരുന്ന രൂപം മനസ്സിൽ കാണാൻ കഴിയുന്ന അപൂർവം ചില കരാറുകാരിൽ ഒരാളായിരുന്നു അയാൾ. പഴയ കുമ്മായം തേച്ച വീടുകൾ പൊളിച്ച് കോൺക്രീറ്റ് സൗധങ്ങൾ പണിയുന്ന കാലഘട്ടത്തിലൂടെ അയാൾ വളർന്നു. ഒരു സാധാരണ ഹെൽപ്പറിൽ നിന്ന് സ്വന്തമായി JCBയും ലോറികളുമുള്ള രമേശൻ കോൺട്രാക്ടർ എന്ന നിലയിലേക്കുള്ള അയാളുടെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അയാളുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാറില്ല. ലാഭനഷ്ടങ്ങൾ കൃത്യമായി അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വർഗീസ് മുതലാളി അയാളെ വിളിച്ചത്. ടൗണിലെ തിരക്കുകളിൽ നിന്ന് മാറി നഗരത്തിരക്കിൻ്റെ ഒച്ചയനക്കങ്ങളെത്താത്ത ഒരു മലയോര ഗ്രാമത്തിൽ വർഗീസ് വാങ്ങിയ ഒരേക്കർ സ്ഥലം. അവിടെയുള്ള പഴയ വീട് പൊളിച്ച് പുതിയൊരു ഫാം ഹൗസ് പണിയണം. അതായിരുന്നു ആവശ്യം. രമേശേട്ടാ, സാധനം കുറച്ചുള്ളിലോട്ടാ, വണ്ടി പോകും, പക്ഷേ റോഡ് അത്ര മന്തിയില്ല. വർഗീസ് ഫോണിലൂടെ പറഞ്ഞത് രമേശൻ കാര്യമാക്കിയില്ല. ഏതു കൊടുങ്കാട്ടിലായാലും പണിയാനുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള വഴികൾ അയാൾ കണ്ടെത്തിയിരിക്കും. ഒരു ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് സ്ഥലം കാണാനായി രമേശൻ ഇറങ്ങിയത്. വർഗീസിൻ്റെ കറുത്ത ഇന്നോവ കാറിനു പിന്നാലെ രമേശൻ തൻ്റെ ബുള്ളറ്റിൽ അനുഗമിച്ചു. വെയിൽ ചാഞ്ഞു തുടങ്ങിയിരുന്നു. മെയിൻ റോഡിൽ നിന്ന് ടാറിട്ട പഞ്ചായത്ത് റോഡിലേക്കും അവിടെ നിന്ന് മെറ്റലിളകിയ ഇടവഴിയിലേക്കും അവർ തിരിഞ്ഞു. പ്രകൃതിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നതുപോലെ രമേശന് തോന്നി. അതുവരെ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ ശബ്ദം മെല്ലെ കുറഞ്ഞു വന്നു. വഴിയുടെ ഇരുവശത്തും റബ്ബർ തോട്ടങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. ഇലകൾ തിങ്ങി നിറഞ്ഞ മരച്ചില്ലകൾ കാരണം റോഡിൽ വെളിച്ചം കുറവായിരുന്നു. ഉച്ചയ്ക്ക് പോലും സന്ധ്യ മയങ്ങിയ പ്രതീതി. വഴിയിലൊന്നും ആൾതാമസമില്ല. ഇടയ്ക്ക് എവിടെയോ ഒരു ചെറിയ ഓലമേഞ്ഞ ഷെഡ് കണ്ടതൊഴിച്ചാൽ മനുഷ്യവാസം തീരെ കുറഞ്ഞ പ്രദേശം. ഏകദേശം 2 കിലോമീറ്റർ ആ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ വർഗീസിൻ്റെ കാർ നിന്നു. മുന്നിൽ തുരുമ്പെടുത്ത ഒരു ഗേറ്റ്, അതിനപ്പുറം കാട് പിടിച്ചു കിടക്കുന്ന പറമ്പ്. രമേശൻ ബൈക്ക് നിർത്തി ഹെൽമറ്റ് ഊരി. ചുറ്റും കനത്ത നിശബ്ദത. കാറ്റിൽ റബ്ബർ മരങ്ങളുടെ ഇലകൾ ഉരസുന്ന ശബ്ദം മാത്രം. പക്ഷികൾ പോലും അവിടെ ശബ്ദമുണ്ടാക്കുന്നില്ല എന്ന് രമേശൻ ശ്രദ്ധിച്ചു. ഇതാണ് സ്ഥലം. വർഗീസ് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു. തുരുമ്പിച്ച ഇരുമ്പ് കീലുകൾ ഉച്ചത്തിൽ കരഞ്ഞു. ആ ശബ്ദം ആ വിജനമായ പറമ്പിൽ മാറ്റൊലി കൊണ്ടു. രമേശൻ പറമ്പിലേക്ക് കയറി. കാലുകൾക്ക് താഴെ കരിയിലകൾ ഞെരിഞ്ഞമർന്നു. പറമ്പിൻ്റെ ഒത്ത നടുക്കായി കാട് പിടിച്ച കുറ്റിച്ചെടികൾക്കും വള്ളിപ്പടർപ്പുകൾക്കുമിടയിൽ ആ വീട് നിന്നിരുന്നു. കേരളീയ തനിമയുള്ള പഴയ തറവാടല്ല, മറിച്ച് ഏകദേശം 50 വർഷം മുമ്പ് നിർമ്മിച്ച, അന്നത്തെ കാലത്തെ മോഡേൺ എന്ന് വിളിക്കാവുന്ന ഒരു കോൺക്രീറ്റ് വീട്. പക്ഷേ ആ വീടിന് എന്തോ ഒരു അസ്വാഭാവികതയുണ്ടായിരുന്നു. ചുവരുകൾ പായൽ പിടിച്ച് പച്ചിച്ചിരിക്കുന്നു. വെള്ള നിറമായിരുന്ന ഭിത്തികൾ ഇപ്പോൾ മഴയും വെയിലും കൊണ്ട് വികൃതമായിരിക്കുന്നു. മുൻവശത്തെ സിറ്റൗട്ടിലെ ഗ്രില്ലുകൾ തുരുമ്പിച്ച് നശിക്കാറായി. എന്നാൽ രമേശനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വീടിൻ്റെ ജനലുകളായിരുന്നു. മിക്ക ജനലുകളും അടഞ്ഞുകിടക്കുന്നു. പക്ഷേ തുറന്നു കിടക്കുന്ന 1-2 ജനലുകൾക്കുള്ളിലെ ഇരുട്ട് പുറത്തെ വെളിച്ചത്തെ ഒഴുങ്ങാൻ തക്കവണ്ണം കനമുള്ളതാണെന്ന് തോന്നി. ഇത് ആരും നോക്കാതെ കിടക്കുകയായിരുന്നു. വില കുറച്ച് കിട്ടി. എനിക്ക് ഈ വീട് വേണ്ട. ഇത് പൊളിച്ച് തറലേശം കൂടി പൊക്കി പുതിയ പ്ലാനിൽ പണിയണം, വർഗീസ് പറഞ്ഞു. രമേശൻ വീടിന് ചുറ്റും നടക്കാൻ തുടങ്ങി. ഒരു കരാറുകാരൻ്റെ കണ്ണിലൂടെയാണ് അയാൾ ആ കെട്ടിടത്തെ നോക്കിയത്. ഭിത്തിയുടെ ബലം, മേൽക്കൂരയുടെ സ്ഥിതി, പൊളിക്കുമ്പോൾ കിട്ടുന്ന കല്ലുകൾ, പഴയ തടി എന്നിവയുടെ മൂല്യം അയാൾ മനക്കണക്ക് കൂട്ടി. വീടിൻ്റെ വടക്കുവശത്തെത്തിയപ്പോൾ രമേശൻ ഒന്ന് നിന്നു. അവിടെ ഭിത്തിയിൽ വലിയൊരു വിള്ളൽ. അടിത്തറയിൽ നിന്ന് മുകളിലേക്ക് പാമ്പിഴഞ്ഞു കയറിയതുപോലെ ആ വിള്ളൽ നീണ്ടു കിടക്കുന്നു. പക്ഷേ വിള്ളലിനേക്കാൾ അയാളെ അലോസരപ്പെടുത്തിയത് മറ്റൊന്നാണ്. ആ ഭാഗത്ത് മാത്രം ചെടികളൊന്നും വളരുന്നില്ല. വീടിൻ്റെ മറ്റെല്ലാ ഭാഗത്തും വള്ളിപ്പടർപ്പുകൾ കയറി കിടക്കുമ്പോൾ ആ വടക്കേ ഭിത്തിക്ക് സമീപം നിലം വല്ലാതെ ഉണങ്ങി വരണ്ടു കിടക്കുന്നു. രമേശൻ കൈകൊണ്ട് ആ ഭിത്തിയിൽ തൊട്ടു. പരുക്കൻ സിമന്റ് തേപ്പിൻ്റെ തരികൾ അയാളുടെ കൈവിരലുകളിൽ തടഞ്ഞു. തണുപ്പ്. ഉച്ചവെയിൽ മാറിയിട്ടില്ല. അന്തരീക്ഷത്തിൽ ചെറിയൊരു ചൂടുണ്ട്. പക്ഷേ ആ ഭിത്തിക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. ഫ്രിഡ്ജിൽ നിന്നെടുത്ത കുപ്പിയുടെ പുറത്തെ തണുപ്പ് പോലെ. ഒരു ഈർപ്പമില്ലാത്ത തണുപ്പ്. അയാൾ കൈ പിൻവലിച്ചു. എന്താ രമേശേട്ടാ? വർഗീസ് ചോദിച്ചു. ഒന്നുമില്ല, രമേശൻ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു. സ്ട്രക്ചർ പഴയതാ, കമ്പിയൊക്കെ ദ്രവിച്ച് കാണും, പൊളിക്കുമ്പോൾ സൂക്ഷിക്കണം. വർഗീസിൻ്റെ കയ്യിൽ താക്കോലുണ്ടായിരുന്നു. മുൻവാതിലിലെ പൂട്ട് തുറക്കാൻ അല്പം പാടുപെടേണ്ടി വന്നു. ഒടുവിൽ വലിയൊരു ശബ്ദത്തോടെ വാതിൽ തുറന്നു.
അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ടത് പൊടിപടലങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ഉണ്ടായ കാറ്റിൽ തറയിൽ കിടന്ന പൊടി ഉയർന്നു പറന്നു. ജനലുകൾ അടച്ചിട്ടിരുന്നതുകൊണ്ട് അകത്ത് വെളിച്ചം കുറവായിരുന്നു. രമേശൻ മൊബൈലിലെ ടോർച്ച് തെളിയിച്ചു. സ്വീകരണമുറി വലുതാണ്. തറയിൽ പഴയ റെഡ് ഓക്സൈഡാണ് ഇട്ടിരിക്കുന്നത്. പലയിടത്തും അത് പൊളിഞ്ഞു പോയിരിക്കുന്നു. മൂലകളിൽ ചിലന്തിവലകൾ തോരണം പോലെ തൂങ്ങിക്കിടക്കുന്നു. ഫർണിച്ചറുകളൊന്നുമില്ല. മുറിയിൽ കാൽപെരുമാറ്റത്തിന്റെ ശബ്ദം വല്ലാതെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ? രമേശൻ ചോദിച്ചു. തറയിൽ നോക്കിക്കൊണ്ടാണ് അയാളത് ചോദിച്ചത്. ഇല്ല, കഴിഞ്ഞ 10 വർഷമായി ഇത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ബ്രോക്കർമാരാരെങ്കിലും വന്ന് നോക്കും, എന്നല്ലാതെ ആരും ഇവിടെ താമസിക്കാറില്ല. എന്താ ചോദിച്ചത്? അല്ല, തറയിൽ. രമേശൻ ടോർച്ച് വെളിച്ചം തറയിലേക്ക് നീട്ടി. കട്ടിയുള്ള പൊടിപടലങ്ങൾക്കിടയിൽ വ്യക്തമല്ലാത്ത ചില പാടുകൾ. ആരോ ചെരുപ്പിടാതെ നടന്നതുപോലെ. ഒരുപക്ഷെ അത് പഴയ പാടുകളാകാം, അല്ലെങ്കിൽ എലികളോ പെരുച്ചാഴികളോ ഓടിയതാകാം. രമേശൻ യുക്തിപൂർവ്വം ചിന്തിക്കാൻ ശ്രമിച്ചു. അവർ ഓരോ മുറിയായി പരിശോധിച്ചു. അടുക്കള, കിടപ്പുമുറികൾ, സ്റ്റോർ റൂം, അങ്ങനെ ഓരോ മുറിയിലും അസഹ്യമായ നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. സാധാരണ പഴയ വീടുകളിൽ കേൾക്കാറുള്ള മരപ്പട്ടിയുടെ ഓട്ടമോ വവ്വാലുകളുടെ ചിറകടിയോ അവിടെ കേട്ടില്ല. ആ വീട് പൂർണ്ണമായും വിജനമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിച്ചു. ഏറ്റവും അവസാനം അവർ എത്തിയത് ഇടനാഴിയുടെ അറ്റത്തുള്ള ഒരു മുറിയിലാണ്. ആ വാതിൽ മാത്രം പൂട്ടിയിരുന്നില്ല, ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. രമേശൻ അത് തള്ളി തുറന്നു. ആ മുറിയിൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഇരുട്ട് കൂടുതലായിരുന്നു. ജനലുകൾ പുറത്തെ മരച്ചിലകളാൽ മൂടപ്പെട്ടതുകൊണ്ടാകാം അതെന്ന് രമേശൻ കരുതി. രമേശൻ അകത്തേക്ക് കടന്നപ്പോൾ അയാളുടെ കഴുത്തിനു പിന്നിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഒരു നേരിയ കാറ്റ് അയാളുടെ ചെവിയോരം കടന്നുപോയി. ജനലുകളെല്ലാം അടച്ചിട്ട മുറിയിൽ കാറ്റു വരാൻ സാധ്യതയില്ല. അയാൾ ടോർച്ച് വെളിച്ചം ചുറ്റും വീശി. ശൂന്യമായ മുറി. പക്ഷേ ആ മുറിയുടെ ഒരു മൂലയിൽ സീലിങ്ങിനോട് ചേർന്ന് ഒരു കറുത്ത പാട്. പുക പിടിച്ചതുപോലെയല്ല, മറിച്ച് അവിടെ എന്തോ ദ്രാവകം ഒലിച്ചിറങ്ങി ഉണങ്ങിയതുപോലെ. ഈ മുറി, ഇത് പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, രമേശൻ പറഞ്ഞു. അയാളുടെ ശബ്ദം അറിയാതെ താഴ്ന്നു പോയിരുന്നു. എന്താ? വർഗീസ് ചോദിച്ചു. അല്ല, ഇതിൻ്റെ ഉത്തരത്തിന് ബലക്കുറവുണ്ട്, പെട്ടെന്ന് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, രമേശൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉത്തരത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മുറിയിൽ നിൽക്കാൻ രമേശൻ ആഗ്രഹിച്ചില്ല. എത്രയും വേഗം പുറത്തിറങ്ങാൻ അയാളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു. പുറത്തിറങ്ങി വീണ്ടും വെളിച്ചം കണ്ടപ്പോഴാണ് രമേശന് ശ്വാസം നേരെ വീണത്. കണക്കുകൾ ഉറപ്പിച്ചു. പൊളിക്കാനുള്ള കൂലി, വണ്ടി വാടക, പണിക്കാർക്കുള്ള ചെലവ് എല്ലാം കണക്കുകൂട്ടി ഒരു തുക വർഗീസിനോട് പറഞ്ഞു. വർഗീസ് സമ്മതിച്ചു. നാളെ തന്നെ പണി തുടങ്ങിക്കോ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം, വർഗീസ് പറഞ്ഞു. ശരി, ഞാൻ നാളെ രാവിലെ പിള്ളേരുമായി വരാം. തിരികെ പോകുമ്പോൾ രമേശൻ ഒരിക്കൽ കൂടി ആ വീടിനെ നോക്കി. സന്ധ്യയായിരിക്കുന്നു. ഇരുട്ട് പരന്നു തുടങ്ങിയപ്പോൾ ആ വീട് കൂടുതൽ ഭീമാകാരമായി തോന്നി. ജനലുകൾ കണ്ണുകളാണെങ്കിൽ അവ തന്നെ തുറച്ചു നോക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. കാറ്റിലുലയുന്ന റബ്ബർ മരങ്ങൾ ആ വീടിന് കാവൽ നിൽക്കുന്ന ഭടന്മാരെ പോലെ തോന്നി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ പറമ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരു നിമിഷം താൻ ഇറങ്ങിപ്പോന്ന ആ വീടിന്റെ മുകളിലത്തെ നിലയിലെ ജനലിലൂടെ ആരോ നോക്കുന്നതായി രമേശന് തോന്നി. ഹെൽമെറ്റിന്റെ ഗ്ലാസ്സിലൂടെയുള്ള വെറും തോന്നലാവാം. അയാൾ വേഗത കൂട്ടി. തിരിഞ്ഞു നോക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ടാറിട്ട റോഡിലെത്തി നഗരത്തിന്റെ വെളിച്ചം കണ്ടപ്പോൾ മാത്രമാണ് രമേശിന്റെ ഉള്ളിലെ അകാരണമായ ഭയം മാറിയത്. വെറും തോന്നൽ, പഴയ വീടല്ലേ, അതിൻ്റെ ഒരു ഗൗരവം കാണും, അയാൾ സ്വയം പറഞ്ഞു. പക്ഷേ ആ രാത്രി രമേശൻ ഉറങ്ങിയില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ ഇരുണ്ട മുറിയും ഭിത്തിയിലെ തണുപ്പും അടച്ചിട്ട മുറിയിലെ കാറ്റും അയാളെ വേട്ടയാടി. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് രമേശൻ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് തന്നെ രമേശനും സംഘവും സൈറ്റിലെത്തി. രമേശൻ്റെ വിശ്വസ്തരായ 3 പണിക്കാർ, സുഗു, മണിച്ചേട്ടൻ, പിന്നെ ഹിന്ദിക്കാരനായ ബിജു, ഇവരായിരുന്നു സംഘത്തിൽ. പണിസ്ഥലത്തേക്ക് ടാറ്റ ഏസിൽ സാധനങ്ങളുമായി എത്തുമ്പോൾ മഞ്ഞുകാലം തുടങ്ങിയിട്ടില്ലെങ്കിലും ആ റബ്ബർ തോട്ടത്തിനുള്ളിൽ നേരിയ ഒരു പുകപടലം പോലെ മൂടൽമഞ്ഞ് തളം കെട്ടി നിന്നിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ സുഗു ചുറ്റും നോക്കി. ഇതെന്താ മേസ്ത്രി, ഇവിടെ വെളിച്ചത്തിന് എത്ര ക്ഷാമം? സമയം 7:30 അവൻ ചോദിച്ചു. മരങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ടല്ലേടാ, നീ അതൊക്കെ വിട്, സാധനങ്ങൾ ഇറക്ക്, ഇന്ന് തന്നെ ഓട് പൊളിച്ചിറക്കണം, രമേശൻ തിരക്ക് കൂട്ടി. അയാളുടെ ശബ്ദത്തിൽ അസ്വാഭാവികമായ ഒരു ഗൗരവമുണ്ടായിരുന്നു.
ഇന്നലെ രാത്രിയിലെ ചിന്തകൾ അയാളെ വിട്ടുപോയിരുന്നില്ല. എങ്കിലും പണിക്കാർ അതറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവർ പണി തുടങ്ങി. മണിച്ചേട്ടനും ബിജുവും താഴെ നിന്ന് സാധനങ്ങൾ നീക്കാൻ തുടങ്ങി. സുഗുവും രമേശനും കൂടി ഏണി വെച്ച് മുകളിലേക്ക് കയറി. ഓടുകൾ പഴയതാണ്. നടക്കുമ്പോൾ അവ പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രമേശൻ മേൽക്കൂരയുടെ ഒരു വശത്തു നിന്നും സുഗു മറുവശത്തു നിന്നും ഓടുകൾ ഇറക്കാൻ തുടങ്ങി. ആദ്യത്തെ 1 മണിക്കൂർ വലിയ കുഴപ്പമില്ലാതെ പോയി. എന്നാൽ വെയിൽ ഉച്ചയിലേക്ക് കടന്നതോടെ അന്തരീക്ഷത്തിന് ഒരു മാറ്റം വന്നു. സാധാരണ വെയിൽ വരുമ്പോൾ ചൂട് കൂടുകയാണ് പതിവ്. എന്നാൽ ഇവിടെ മരച്ചില്ലകൾക്കിടയിലൂടെ വെളിച്ചം വീണിട്ടും മേൽക്കൂരയിൽ നിൽക്കുന്ന രമേശന് തണുപ്പ് അനുഭവപ്പെട്ടു. കാറ്റടിച്ചാലുണ്ടാവുന്ന തണുപ്പല്ല, മറിച്ച് ഐസ് കട്ടയുടെ അടുത്തിരിക്കുമ്പോൾ തോന്നുന്ന ഒരു തരം മരവിപ്പ്. പെട്ടെന്നാണ് സുഗുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓട് വഴുതി താഴേക്ക് വീണത്. സാധാരണ ഓട് വീഴുമ്പോൾ വലിയൊരു ശബ്ദത്തോടെ ചിതറിത്തെറിക്കണം. എന്നാൽ അത് താഴെ വീണപ്പോൾ കേട്ടത് ഒരു മൺകട്ട വീഴുന്ന ഒച്ച മാത്രമാണ്. എന്താടാ, കയ്യിൽ നിന്ന് വഴുതിയോ? താഴെ നിന്ന് മണിച്ചേട്ടൻ വിളിച്ചു ചോദിച്ചു. സുഗു മറുപടി പറഞ്ഞില്ല. അവൻ മേൽക്കൂരയിൽ തന്നെ ഇരുന്നു പോയി. രമേശൻ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്താടാ സുഗു? സുഗുവിൻ്റെ മുഖം വിളറിയിരുന്നു. അവൻ വിറയ്ക്കുന്ന കൈകൊണ്ട് താഴേക്ക് ചൂണ്ടി. മേസ്ത്രി, ആ ഓട്, അത് താഴെ വീണപ്പോൾ. വാക്കുകൾ അവൻ്റെ തൊണ്ടയിൽ തടഞ്ഞു. താഴെ വീണപ്പോൾ എന്ത്? രമേശൻ ചോദിച്ചു. ആ ഓട്, അത് പൊട്ടിയില്ല. വീഴുന്നതിന് തൊട്ടു മുമ്പ് ആരോ അത് പിടിച്ചു വാങ്ങിയതുപോലെ തോന്നി. എൻ്റെ കയ്യിൽ നിന്നത് വഴുതിയതല്ല, ആരോ പിടിച്ചു വലിച്ചതാണ്. രമേശൻ സുഗുവിനെ രൂക്ഷമായി നോക്കി. നിനക്ക് വട്ടായോ? വെയിൽ കൊണ്ടതിൻ്റെയാ? പോയി കുറച്ച് വെള്ളം കുടിക്കേ. സുഗു താഴെ ഇറങ്ങി. പക്ഷെ രമേശൻ്റെ മനസ്സ് അശാന്തമായിരുന്നു. അവൻ പറഞ്ഞത് വെറും തോന്നലാവില്ല. കാരണം സുഗു 10 വർഷമായി തൻ്റെ കൂടെയുണ്ട്. ഉയരത്തിൽ കയറി പണി ചെയ്യുന്നതിൽ അവൻ മിടുക്കനാണ്. അങ്ങനെ ഒരാൾക്ക് കൈവിറയ്ക്കാൻ കാരണമെന്താണ്? രമേശൻ ഒറ്റയ്ക്ക് മേൽക്കൂരയിൽ തുടർന്നു. ഓടുകൾ ഇളക്കും തോറും താഴെ മുറികൾക്കുള്ളിലെ ഇരുട്ട് വെളിപ്പെട്ടു വന്നു. ഓരോ ഓട് മാറ്റുമ്പോഴും താഴെ ആ മുറികൾക്കുള്ളിൽ നിന്ന് തണുത്ത വായു മുകളിലേക്ക് പ്രവഹിച്ചു. ആ വായുവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് ചർമ്മത്തിൽ സ്പർശിക്കുമ്പോൾ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ഉച്ചഭക്ഷണത്തിന് അവർ പറമ്പിലെ ഒരു റബ്ബർ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. ആരും കാര്യമായി സംസാരിച്ചില്ല. സാധാരണ പണിസ്ഥലങ്ങളിലെ തമാശകളും ബഹളങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ആ വീടിൻ്റെ സാന്നിധ്യം എല്ലാവരെയും നിശബ്ദരാക്കിയിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴാണ് ബിജു ഒരു കാര്യം പറഞ്ഞത്. അതെ, ആ കിണറിൻ്റെ കരയിൽ, അവിടേക്ക് ആരും പോകരുത്. എന്താ? രമേശൻ ചോദിച്ചു. വെള്ളം കോരാൻ പോയപ്പോൾ വെള്ളത്തിൽ നോക്കിയപ്പോൾ എൻ്റെ നിഴൽ കണ്ടില്ല. പകരം... ബിജു വാക്കുകൾ കിട്ടാതെ നിർത്തി. പകരം എന്ത്? ഓ, ഒന്നുമില്ല രമേശേട്ടാ, എനിക്ക് തോന്നിയതാകും. ബിജു വിഷയം മാറ്റി. പക്ഷെ അവൻ്റെ കണ്ണുകളിലെ ഭയം രമേശൻ കണ്ടു. ഉച്ച കഴിഞ്ഞ് വീണ്ടും പണി തുടങ്ങി. വീടിൻ്റെ അകത്തെ തടി ഫ്രെയിമുകൾ ഇളക്കുന്ന പണിയാണ്. വാതിലുകളും ജനലുകളും ഓരോന്നായി നീക്കം ചെയ്തു തുടങ്ങി. ഹാളിലെ വലിയ ജനൽ ഫ്രെയിം ഇളക്കാനായി മണിച്ചേട്ടൻ ഉളിയും ചുറ്റികയും എടുത്തു. ഉളിയുടെ ശബ്ദം ആ ഒഴിഞ്ഞ വീട്ടിൽ മാറ്റൊലി കൊണ്ടു. പെട്ടെന്ന് മണിച്ചേട്ടൻ പണി നിർത്തി. ആരടാ അത്? അയാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ചോദിച്ചു. അവിടെ ആരുമില്ലായിരുന്നു. സുഗുവും ബിജുവും പുറത്ത് ഓട് അടുക്കി വയ്ക്കുകയാണ്. രമേശൻ തൊട്ടടുത്ത മുറിയിൽ അളവെടുക്കുന്നു. എന്താ മണിച്ചേട്ടാ? രമേശൻ വന്നു. ഇവിടെ എൻ്റെ തൊട്ടു പിന്നിൽ ആരോ വന്നു നിന്നു. എൻ്റെ ചുമലിൽ കൈവച്ചു, മണിച്ചേട്ടൻ പറഞ്ഞു. അയാൾ തൻ്റെ വലതു ചുമലിൽ തടവുന്നുണ്ടായിരുന്നു. നല്ല ഭാരമുള്ള കൈ. രമേശൻ ആ മുറി മുഴുവൻ നോക്കി. ആരുമില്ല. പക്ഷേ മണിച്ചേട്ടൻ്റെ ഷർട്ടിൽ വലതു ചുമലിൻ്റെ ഭാഗത്ത് പൊടി പിടിച്ച ഒരു കൈപ്പത്തിയുടെ പാട് വ്യക്തമായി കാണാമായിരുന്നു. രമേശൻ്റെ തൊണ്ട വരണ്ടു. ചേട്ടാ, അത് ചുമ്മാ കൈ തട്ടിയതാകും, അല്ലെങ്കിൽ ഭിത്തിയിൽ ഉരസിയതാകും. അല്ല രമേശ, ഇത് വിരലുകളാണ്. നോക്ക്. മണിച്ചേട്ടൻ ആ പാട് കാണിച്ചു കൊടുത്തു. 5 വിരലുകൾ പതിഞ്ഞ പാട്. അത് മനുഷ്യൻ്റെ കൈപ്പത്തിയേക്കാൾ അല്പം വലുതായിരുന്നു. അന്ന് വൈകുന്നേരം പണി നേരത്തെ അവസാനിപ്പിക്കാൻ രമേശൻ തീരുമാനിച്ചു. അന്തരീക്ഷം വല്ലാതെ ഇരുണ്ടുവരുന്നു. പണിക്കാർക്കും നിൽക്കാൻ താല്പര്യമില്ല. അവർ വേഗത്തിൽ സാധനങ്ങൾ ഒതുക്കി. എല്ലാവരും പോയി കഴിഞ്ഞു. ഗേറ്റ് പൂട്ടാനായി രമേശൻ അവസാനമായി ഒന്നുകൂടി വീടിന് നേരെ നോക്കി. മേൽക്കൂരയില്ലാത്ത വീട് ഇപ്പോൾ ഒരു അസ്ഥികൂടം പോലെ തോന്നി. അകത്തെ മുറികൾ വെളിച്ചത്തായി. ആ സമയത്താണ് രമേശൻ അത് കണ്ടത്. വീടിൻ്റെ വടക്കേ അറ്റത്തെ മുറി. താൻ ഇന്നലെ ഭയപ്പെട്ട സീലിംഗിൽ കറുത്ത പാടുണ്ടായിരുന്ന അതേ മുറി. അവിടെ മേൽക്കൂര പൂർണ്ണമായും നീക്കം ചെയ്തിരുന്നു.
എന്നിട്ടും ആ മുറിക്കുള്ളിൽ മാത്രം ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നു. പുറത്ത് അസ്തമയ സൂര്യൻ്റെ ചുവന്ന വെളിച്ചമുണ്ടെങ്കിലും ആ മുറിക്കുള്ളിലേക്ക് വെളിച്ചം കടക്കുന്നില്ല. അതൊരു കറുത്ത പെട്ടി പോലെ തോന്നി. ആ ഇരുട്ടിനുള്ളിൽ ഭിത്തിയോട് ചേർന്ന് ഒരു രൂപം അനങ്ങുന്നു. മനുഷ്യരൂപം തന്നെ, പക്ഷെ വ്യക്തമല്ല. അത് ഭിത്തികളിൽ കൈ ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. അല്ല, ഭിത്തിയിലെന്തോ എഴുതുകയാണ്. രമേശൻ ശ്വാസമടക്കി പിടിച്ചു. കയ്യിലുണ്ടായിരുന്ന താക്കോൽക്കൂട്ടം അറിയാതെ മുറുകെ പിടിച്ചു. ആരാവിടെ? അയാൾ ചോദിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ശബ്ദം പുറത്തു വന്നില്ല. ആ രൂപം മെല്ലെ തിരിഞ്ഞു. മുഖം വ്യക്തമല്ല. പക്ഷേ ആ രൂപം തിരിഞ്ഞ നിമിഷം പറമ്പിലെ കാറ്റ് നിന്നു. ഇലകളുടെ അനക്കം നിലച്ചു. ലോകം മുഴുവൻ സ്തംഭിച്ചതുപോലൊരവസ്ഥ. രമേശൻ അവിടെ നിൽക്കാൻ ധൈര്യപ്പെട്ടില്ല. അയാൾ വേഗം ഗേറ്റ് പൂട്ടി ബൈക്കിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആരോ ഗേറ്റിൽ ശക്തിയായി പിടിച്ചു കുലുക്കുന്ന ശബ്ദം. തുരുമ്പിച്ച ഇരുമ്പ് ഗേറ്റ് അലറി വിളിച്ചു. രമേശൻ പുറകോട്ട് നോക്കിയില്ല. അയാൾ ആക്സിലേറ്റർ തിരിച്ചു. വീട്ടിലെത്തിയ രമേശന് സമാധാനം കിട്ടിയില്ല. ഭാര്യയും കുട്ടികളും ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അയാൾ കൃത്യമായി മറുപടി നൽകിയില്ല. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടും ആ തണുപ്പ് അയാളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയില്ല. രാത്രി ഭക്ഷണത്തിന് ശേഷം അയാൾ തൻ്റെ വർക്ക് റൂമിലിരുന്നു. നാളെ ചെയ്യേണ്ട പണികളുടെ കണക്കുകൂട്ടലുകൾ നോക്കുകയായിരുന്നു. പക്ഷേ അയാളുടെ മനസ്സ് ആ വടക്കേ മുറിയിലായിരുന്നു. എന്താണ് ആ വീട്ടിലുള്ളത്? വർഗീസ് പറഞ്ഞത് സത്യമാണോ? അതോ എന്തെങ്കിലും മറച്ചുവെച്ചോ? അയാൾ ഫോൺ എടുത്ത് വർഗീസിനെ വിളിച്ചു. ഹലോ രമേശേട്ടാ, എന്താ ഈ സമയത്ത്? വർഗീസ് ചോദിച്ചു. വർഗീസെ, ആ വീടിൻ്റെ ചരിത്രം അത് കൃത്യമായി എനിക്കറിയണം, രമേശൻ പറഞ്ഞു. എന്ത് ചരിത്രം? അതൊരു സാധാരണ വീടാ. ഒരു പഴയ ഡോക്ടറുടെ വീടായിരുന്നു. പുള്ളി മരിച്ച ശേഷം മക്കൾ വിദേശത്തായി. അങ്ങനെ വിറ്റതാ. എന്തു പറ്റി? അല്ല, പണിക്കാർക്ക് എന്തൊക്കെയോ അസ്വാഭാവികത തോന്നുന്നു. പണി നടക്കുമോ എന്ന് സംശയമാ. രമേശേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യേ. ഞാൻ നാളെ അങ്ങോട്ട് വരാം. നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഫോൺ വെച്ച ശേഷം രമേശൻ കസാരയിലേക്ക് ചാരി. അപ്പോഴാണ് മേശപ്പുറത്തിരുന്ന പ്ലാൻ പേപ്പറിൽ അയാൾ അത് ശ്രദ്ധിച്ചത്. ആ വീടിൻ്റെ പഴയ പ്ലാൻ വർഗീസ് കൊടുത്തതാണ്. അതിൻ്റെ വടക്കേ മുറിയുടെ ഭാഗത്ത് പെൻസിൽ കൊണ്ട് ആരോ എന്തോ കുനുകുനെ എഴുതിയിരിക്കുന്നു. അയാൾ സൂക്ഷിച്ചു നോക്കി. അതെഴുത്തല്ല, വരകളാണ്. ആഴത്തിൽ കടലാസ് കീറുന്ന തരത്തിൽ വരച്ചിട്ട കുറേ വരകൾ. ഇന്നലെ ഈ പ്ലാൻ നോക്കുമ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് രമേശൻ ഉറപ്പാണ്. അയാൾ പേപ്പർ മടക്കി വെച്ചു. ലൈറ്റ് അണച്ച് കിടക്കാൻ പോയി. പിറ്റേന്ന് വർഗീസ് സൈറ്റിലെത്തി. കൂടെ ഒരു പൂജാരിയും ഉണ്ടായിരുന്നു. രമേശേട്ടാ, പണിക്കാർക്ക് പേടിയാകണ്ട എന്ന് കരുതിയിട്ടാ. തിരുമേനി ഒന്ന് നോക്കട്ടെ. രമേശൻ ഒന്നും പറഞ്ഞില്ല. പൂജാരി പറമ്പിലേക്ക് കയറി. അദ്ദേഹം ചുറ്റും നടന്നു. വീടിൻ്റെ ഉമ്മർത്തെത്തിയപ്പോൾ അദ്ദേഹം നിന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവത്തിലായി. ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അസ്വാഭാവികമായ മരണം, പൂജാരി പറഞ്ഞു. വർഗീസ് അസ്വസ്ഥനായി. ഡോക്ടർ മരിച്ചത് ആശുപത്രിയിലാ തിരുമേനി? ഡോക്ടറുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിനു മുമ്പ്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഈ മണ്ണിന് രക്തത്തിൻ്റെ ഓർമ്മയുണ്ട്. പൂജാരി വടക്കേ മുറിയുടെ നേരെ നടന്നു. ഇപ്പോൾ ആ മുറിയിലും മേൽക്കൂരയില്ല, വാതിലുകളില്ല, വെറും 4 ചുവരുകൾ മാത്രം. പക്ഷെ പൂജാരി ആ മുറിയിലേക്ക് കയറാൻ മടിച്ചു. ഈ മുറി, ഇത് പൊളിക്കരുത്, അദ്ദേഹം പറഞ്ഞു. അതെന്താ? ഈ വീട് മൊത്തം പൊളിക്കാനുള്ളതാ, വർഗീസ് പറഞ്ഞു. അല്ല, ഈ മുറിയുടെ അടിത്തറ, അതിളക്കരുത്. അവിടെ എന്തോ ഒന്ന് ബന്ധിച്ചിട്ടുണ്ട്. അത് തുറന്നാൽ... പൂജാരി പാതി വഴിയിൽ നിർത്തി. രമേശൻ വർഗീസിനെ നോക്കി. വർഗീസ് ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നോക്കാൻ തിരുമേനി, വർഗീസ് പറഞ്ഞു. പൂജാരി ചില കർമ്മങ്ങൾ ചെയ്ത് പറമ്പിൻ്റെ 4 മൂലയിലും ഓരോ മന്ത്രിച്ച ആണിയടിച്ചു. ഇത് താൽക്കാലികമാണ്. എത്രയും വേഗം പണി തീർത്ത് ഒഴിഞ്ഞു പോവുക, അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പൂജാരി പോയ ശേഷം പണി തുടർന്നു. പക്ഷെ അന്നത്തെ ദിവസം കാര്യങ്ങൾ കൂടുതൽ വഷളായി. JCB ഉപയോഗിച്ച് ഭിത്തികൾ ഇടിച്ചു നിരത്താൻ തീരുമാനിച്ചു. JCB ഓപ്പറേറ്റർ ബാബു വലിയ ധൈര്യശാലിയായിരുന്നു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീടിൻ്റെ മുൻവശത്തേക്ക് നീങ്ങി. ബക്കറ്റ് ഉയർത്തി ഭിത്തിയിൽ ആഞ്ഞടിച്ചു. വലിയൊരു ശബ്ദത്തോടെ ഭിത്തി ഇടിഞ്ഞു വീണു. രണ്ടാമത്തെ അടിക്ക് ബാബു കൈ ഉയർത്തിയതും JCBയുടെ എഞ്ചിൻ പെട്ടെന്ന് ഓഫായി. ഒരു കാരണവുമില്ലാതെ. ബാബു വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. വണ്ടി അനങ്ങുന്നില്ല. അവൻ ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങി. ഹൈഡ്രോളിക് ജാം ആയതാണോ എന്നൊരു സംശയം, അവൻ പറഞ്ഞു. അവൻ ബോണറ്റ് തുറന്നു നോക്കുമ്പോൾ രമേശൻ വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി.
മുൻവശത്തെ ഭിത്തി പൊളിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഹാളിലേക്ക് നേരിട്ട് കാണാം. ഹാളിൻ്റെ നടുവിൽ പൊളിച്ചുകൂട്ടിയ ഇഷ്ടികകൾക്കും മണ്ണിനു മുകളിൽ ഒരു കസേര ഇരിക്കുന്നു. രാവിലെ അവിടെ കസേര ഉണ്ടായിരുന്നില്ല. വീട്ടിലെ മുഴുവൻ ഫർണിച്ചറുകളും മാറ്റിയതാണ്. പിന്നെ ആ കസേര എവിടെ നിന്ന് വന്നു? അതൊരു പഴയ ചാരുകസേരയായിരുന്നു, തടിയിൽ തീർത്തത്. അതിൻ്റെ ഒരു കൈപ്പിടി ഒടിഞ്ഞിട്ടുണ്ട്. അതാ കല്ലുകൾക്കിടയിൽ ആരും തൊടാതെ തന്നെ മെല്ലെ ആടുന്നുണ്ടായിരുന്നു. അതാടുന്ന ശബ്ദം വ്യക്തമായി കേൾക്കാം. രമേശൻ ബാബുവിനെ വിളിക്കാൻ തിരിഞ്ഞു. അപ്പോഴാണ് ബാബുവിൻ്റെ നിലവിളി കേട്ടത്. അയ്യോ, എൻ്റെ കൈ! രമേശനോടി ബാബുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബോണറ്റിനുള്ളിൽ ബാബുവിൻ്റെ കൈ കുടുങ്ങിയിരിക്കുകയാണ്. എൻജിൻ ഫാൻ ബെൽറ്റിനും പുള്ളിക്കുമിടയിൽ അവൻ്റെ കൈപ്പത്തി ഞെരുങ്ങിയിരിക്കുന്നു. വണ്ടി ഓഫായി കിടക്കുകയായിരുന്നു. പിന്നെങ്ങനെ ഫാൻ കറങ്ങി? രമേശനും പണിക്കാരും ചേർന്ന് കഷ്ടപ്പെട്ട് ബാബുവിൻ്റെ കൈ പുറത്തെടുത്തു. കൈവിരലുകൾ ചതഞ്ഞിരുന്നു. അവനെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. പണി അതോടെ നിർത്തി. പണിക്കാർ ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. മേസ്ത്രി, ഞങ്ങളില്ലേ പണിക്ക്? ഇവിടെ എന്തോ ഉണ്ട്, അത് നമ്മളെ ഉപദ്രവിക്കും, ബിജു തീർത്തു പറഞ്ഞു. രമേശൻ നിസ്സഹായനായി നിന്നു. പണിക്കാരില്ലാതെ കരാർ തീർക്കാൻ കഴിയില്ല. പക്ഷേ അഭിമാനം, ആ കരാർ ഉപേക്ഷിക്കാൻ അയാളെ അനുവദിച്ചില്ല. നാളെ ഞാൻ വേറെ ആളുകളെ കൊണ്ടുവരാം, നിങ്ങൾ പോയിക്കോ, രമേശൻ പറഞ്ഞു. എല്ലാവരും പോയി. രമേശൻ തനിച്ചായി. സമയം 5 മണി കഴിഞ്ഞിരുന്നു. വെളിച്ചം കുറഞ്ഞു തുടങ്ങി. JCB മുറ്റത്ത് നിശ്ചലമായി കിടക്കുന്നു. രമേശൻ ആ ചാരുകസേരയുടെ അടുത്തേക്ക് നടന്നു. അതിപ്പോഴും അനങ്ങുന്നുണ്ടോ? ഇല്ല, അത് നിശ്ചലമാണ്. അയാൾ അതിൽ തൊട്ടുനോക്കി. തണുപ്പ്, കഠിനമായ തണുപ്പ്. ആ തടിക്ക് ഐസിൻ്റെ തണുപ്പായിരുന്നു. അപ്പോൾ തൊട്ടുപിന്നിൽ ഒരു ശ്വാസോച്ഛ്വാസം അയാൾ കേട്ടു. മനുഷ്യൻ്റെ ശ്വാസമല്ല, വലിവുള്ള കഫം കെട്ടിയ ഒരു ശ്വാസം. അയാൾ തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കിയാൽ താൻ കാണുന്നത് എന്തായിരിക്കുമെന്ന് അയാൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സാന്നിധ്യം, അത് തൻ്റെ തൊട്ടുപിന്നിൽ കഴുത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നുവെന്ന് അയാൾ അറിഞ്ഞു. നീ എന്താ ഇവിടെ? ഒരു ശബ്ദം. അത് കാതുകളിലല്ല, രമേശൻ്റെ തലച്ചോറിലാണ് മുഴങ്ങിയത്. അവ്യക്തമായ ഒരു പരുക്കൻ ശബ്ദം. രമേശൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഞാൻ പണിയെടുക്കാൻ വന്നതാ, അയാൾ അറിയാതെ പറഞ്ഞുപോയി. പെട്ടെന്ന് ആ സാന്നിധ്യം മാറി. ശ്വാസോച്ഛ്വാസം അകന്നുപോയി. പകരം വീടിൻ്റെ ഉള്ളിൽ നിന്ന്, വടക്കേ മുറിയുടെ ഭാഗത്തു നിന്ന് ഒരു ചിരി കേട്ടു. പരിഹാസം നിറഞ്ഞ ഒരു ചിരി. രമേശൻ കണ്ണു തുറന്നു. കസാര ഇവിടെയില്ല. അയാൾ ചുറ്റും നോക്കി. കസാര അപ്രത്യക്ഷമായിരിക്കുന്നു. അത് തോന്നലായിരുന്നോ? അതോ അത് സത്യമായിരുന്നോ? ഭയത്തേക്കാൾ വലിയൊരു ആകാംക്ഷ അയാളിൽ വളരാൻ തുടങ്ങി. എന്താണ് ആ വടക്കേ മുറിയിൽ? പൂജാരി പറഞ്ഞതുപോലെ അവിടെ എന്താണ് ബന്ധിച്ചിരിക്കുന്നത്? അയാൾ ധൈര്യം സംഭരിച്ച് പൊളിഞ്ഞു കിടക്കുന്ന കല്ലുകൾക്ക് മുകളിലൂടെ വടക്കേ മുറിയിലേക്ക് നടന്നു. മേൽക്കൂരയില്ലാത്ത ആ മുറി ഇപ്പോൾ ആകാശത്തിന് താഴെ തുറന്നു കിടക്കുന്നു. മുറിയുടെ തറയിൽ മൂലയിലായി സിമന്റ് ഇളകിയ ഒരു ഭാഗം അയാൾ കണ്ടു. അവിടെ മണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. അയാൾ കുനിഞ്ഞു നോക്കി. ആ മണ്ണിൽ നിന്ന് ഒരു ചെറിയ ലോഹവളയം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഒരു പഴയ പെട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു നിലവറയുടെയോ വാതിലിൻ്റെ പിടി പോലെ. രമേശൻ അതിൽ തൊട്ടു. ആ നിമിഷം വീടിൻ്റെ അവശേഷിക്കുന്ന ഭിത്തികൾ ഒന്ന് കുലുങ്ങി. ഭൂകമ്പം വന്നതുപോലെ. പക്ഷെ അത് ഭൂകമ്പമായിരുന്നില്ല. ആ വീട് രമേശൻ്റെ സ്പർശനം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുകയായിരുന്നു. അയാൾ വേഗത്തിൽ കൈ പിൻവലിച്ചു. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത്. താൻ നിൽക്കുന്ന മുറിയുടെ 4 ഭിത്തികളിലും പായലിനും അഴുക്കിനുമിടയിൽ വ്യക്തമായി കാണാവുന്ന വിരൽപ്പാടുകൾ. അതും പുറത്തേക്കല്ല, അകത്തേക്ക് വലിഞ്ഞ രീതിയിൽ. ആരോ ഈ മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച് ഭിത്തിയിൽ മാന്തി പൊളിച്ച പാടുകൾ. 100 കണക്കിന് പാടുകൾ. ആ നിമിഷം രമേശൻ ഒരു സത്യം തിരിച്ചറിഞ്ഞു. താൻ നിൽക്കുന്നത് ഒരു മുറിയിലല്ല, ഒരു കൂട്ടിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആരെയോ തടവിലിട്ട കൂട്. സന്ധ്യ മയങ്ങി. ഇരുട്ട് വീണു തുടങ്ങി. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ രമേശൻ തിരിഞ്ഞപ്പോൾ വാതിലിൻ്റെ സ്ഥാനത്ത് വഴിയുണ്ടായിരുന്നില്ല. അവിടെ ഒരു ഭിത്തി ഉയർന്നു വന്നിരിക്കുന്നു. അയാൾ ഞെട്ടിത്തരിച്ചു. താൻ വന്ന വഴി അതായിരുന്നു. ആ വഴിയിലൂടെയാണ് താൻ അകത്തേക്ക് കയറിയത്. ഇപ്പോൾ അവിടെ സിമന്റ് തേച്ച വിള്ളലുകളില്ലാത്ത ഒരു ഭിത്തി. അയാൾ ചുറ്റും നോക്കി. 4 വശവും ഭിത്തികൾ. മേൽക്കൂരയില്ലാത്ത ആ മുറിയിൽ അയാൾ തടവിലായിരിക്കുന്നു. സഹായിക്കൂ, അയാൾ നിലവിളിച്ചു. പക്ഷേ ശബ്ദം ആ മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങി. മുകളിൽ ആകാശം കാണാം. പക്ഷേ ആ ഭിത്തികൾക്ക് അസാധാരണമായ ഉയരം തോന്നി. കയറിപ്പോകാൻ കഴിയില്ല. അപ്പോൾ ആ മുറിയുടെ മൂലയിൽ നിന്ന്
മണ്ണിൽ കണ്ട ആ ലോഹവളയത്തിന് താഴെ നിന്ന് ഒരു ശബ്ദം കേട്ടു. മണ്ണ് മാന്തി മാറ്റുന്ന ശബ്ദം. അടിയിൽ നിന്ന് ആരോ മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. രമേശൻ ഭിത്തിയോട് ചേർന്ന് നിന്നു. അയാളുടെ ഹൃദയം വായ പൊട്ടി പുറത്തേക്ക് വരുമെന്ന് തോന്നി. മണ്ണിളകുന്നു. ആ ലോഹവളയം മെല്ലെ തിരിയുന്നു. അവിടെ ആ തറയിൽ ഒരു ചെറിയ വിടവുണ്ടായി. ആ വിടവിലൂടെ 2 തിളങ്ങുന്ന കണ്ണുകൾ രമേശനെ നോക്കി. ആ കണ്ണുകളിൽ കോപമായിരുന്നില്ല, വിശപ്പായിരുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള വിശപ്പ്. ഭൂമിയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ശബ്ദം നിശബ്ദതയാണെന്ന് രമേശൻ അപ്പോൾ തിരിച്ചറിഞ്ഞു. ആ ഇടുങ്ങിയ മുറിക്കുള്ളിൽ രമേശന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം ഒരു വലിയ ചെണ്ടകൊട്ടുപോലെ മുഴങ്ങി. തറയിലെ വിടവിലൂടെ നോക്കുന്ന ആ 2 കണ്ണുകൾ, അവയ്ക്ക് മനുഷ്യൻ്റേതിനേക്കാൾ വലുപ്പമുണ്ടായിരുന്നു. ഇരുട്ടിലും അവ പൂച്ചയുടെ കണ്ണുകൾ പോലെ തിളങ്ങി. രമേശൻ അനങ്ങാൻ ഭയന്നു. ആ കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുകയാണ്. പെട്ടെന്ന് ആ വിടവിന് താഴെ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഉണങ്ങി വരണ്ട തൊണ്ടയിൽ നിന്നെന്ന പോലെ ഒരു ഞരക്കം. ആ ശബ്ദം കേട്ടപ്പോൾ രമേശന്റെ കാലുകൾ തളർന്നു. അയാൾ ഭിത്തിയോട് ചേർന്ന് താഴേക്ക് ഇരുന്നുപോയി. കൈകൾ തറയിലമർന്നു. തറയിലെ ആ തണുപ്പ് വെറും തണുപ്പല്ല, അത് ഒരൊറ്റ ബിന്ദുവിൽ നിന്നാണ് പ്രവഹിക്കുന്നത്. ആ ലോഹവളയത്തിൽ നിന്ന്. ലോഹവളയം വീണ്ടും അനങ്ങി. ഒരു ശബ്ദത്തോടെ അത് തിരിയുകയാണ്. അടിയിലുള്ള ആരോ അത് തുറക്കാൻ സർവശക്തിയും എടുക്കുന്നുണ്ട്. തറയിലെ സിമന്റ് പാളികൾ വിറയ്ക്കുന്നത് രമേശൻ കൈകളിലറിഞ്ഞു. വേണ്ട, തുറക്കല്ലേ, രമേശൻ മന്ത്രിച്ചു. ശബ്ദം പുറത്തു വന്നില്ല. പെട്ടെന്ന് ആ 4 ഭിത്തികൾക്കും ഒരു മാറ്റം സംഭവിച്ചു. അല്പം മുമ്പ് വരെ സിമന്റ് തേച്ച ഭിത്തികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവയിൽ നിന്ന് ഈർപ്പം കിനിയാൻ തുടങ്ങി. വെള്ളമല്ല, കറുത്ത കൊഴുത്ത ദ്രാവകം. അത് ഭിത്തിയിലൂടെ ഒലിച്ചിറങ്ങി. രമേശൻ മുകളിലേക്ക് നോക്കി. ആകാശം ഇപ്പോഴും കാണാം, പക്ഷേ നക്ഷത്രങ്ങളില്ല. കറുത്ത പുകമറ പോലെയുള്ള ആകാശം. അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. അയാൾ എഴുന്നേറ്റു. വാതിലുണ്ടായിരുന്ന സ്ഥലത്തിപ്പോൾ ഭിത്തിയാണ്. അയാൾ ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. തുറക്ക്, ആരെങ്കിലും ഉണ്ടോ? അയാളുടെ കൈകൾ ഭിത്തിയിൽ തട്ടി ചോര പൊടിഞ്ഞു. വേദന അയാൾ അറിഞ്ഞില്ല. ഭിത്തിക്ക് ഐസ് കട്ടയുടെ ഉറപ്പായിരുന്നു. അടിക്കുമ്പോൾ കൈകൾ മരവിച്ചു പോകുന്ന തണുപ്പ്. താഴെ ആ വിടവ് വലുതാകാൻ തുടങ്ങി. മണ്ണും സിമന്റും ഇളകി മാറുന്നു. ആ കണ്ണുകളിപ്പോൾ കൂടുതൽ വ്യക്തമായി. അതൊരു മുഖത്തിന്റെ ഭാഗമാണെന്ന് രമേശൻ തിരിച്ചറിഞ്ഞു. തൊലി ചുളിയാത്ത വിളറിയ ഒരു മുഖം. അയാൾ ഭ്രാന്തമായി ചുറ്റും നോക്കി. മൂലയിൽ കിടന്നിരുന്ന ഒരു തുരുമ്പിച്ച കമ്പിപ്പാര അയാൾ കണ്ടു. പണിക്കാർ എടുക്കാൻ മറന്നതാകാം. അയാൾ അത് കയ്യിലെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ കമ്പിപ്പാര ആ വിടവിന് നേരെ ഓങ്ങി. മുകളിലേക്ക് വരരുത്, അയാൾ അലറി വിളിച്ചു. അയാൾ ആ കമ്പിപ്പാര ശക്തിയായി ആ ലോഹവളയത്തിന് മുകളിലേക്കടിച്ചു. ഒരു ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ലോഹവും കൂട്ടിമുട്ടിയപ്പോൾ തീപ്പൊരി പാറി. ആ അടിയിൽ എന്തോ സംഭവിച്ചു. താഴെ നിന്നുള്ള ഞരക്കം നിലച്ചു. ആ കണ്ണുകൾ അപ്രത്യക്ഷമായി. വിടവ് പെട്ടെന്നടഞ്ഞു. മണ്ണ് പഴയതുപോലെ നിരപ്പായി. പക്ഷേ അതോടെ രമേശന്റെ ബോധം മറഞ്ഞു. ചുറ്റുമുള്ള ഭിത്തികൾ കറങ്ങുന്നതുപോലെ തോന്നി. അയാൾ തറയിലേക്ക് വീണു. വീഴുന്നതിന് തൊട്ടുമുമ്പ് താൻ നിൽക്കുന്ന തറ ഒരു മെത്ത പോലെ മൃദുവാകുന്നതും തന്നെ താഴേക്ക് വലിച്ചെടുക്കുന്നതായും അയാൾക്ക് തോന്നി. രമേശേട്ടാ, രമേശേട്ടാ, ആരോ മുഖത്ത് തട്ടുന്നു. ദൂരെ എവിടെയോ നിന്ന് ഒരു ശബ്ദം. രമേശൻ കഷ്ടപ്പെട്ട് കണ്ണു തുറന്നു. മുഖത്തേക്ക് ടോർച്ച് വെളിച്ചം അടിക്കുന്നു. കണ്ണിന് മങ്ങൽ. ആരാ? അയാൾ ചോദിച്ചു. ഇത് ഞാനാ, സെക്യൂരിറ്റി ദാമോദരൻ. ഇതെന്താ ഇവിടെ കിടക്കുന്നത്? രമേശൻ ഞെട്ടി എഴുന്നേറ്റു. അയാൾ കിടക്കുന്നത് ആ മുറിയിലല്ല, വീടിൻ്റെ ഗേറ്റിന് പുറത്ത് റോഡരിയിലെ പുല്ലിലാണ്. ഞാനെങ്ങനെ ഇവിടെ എത്തി? രമേശൻ ചുറ്റും നോക്കി. സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. റോഡിൽ വിജനത. ദാമോദരൻ അടുത്തുള്ള റബ്ബർ എസ്റ്റേറ്റിലെ കാവൽക്കാരനാണ്. ഞാൻ വരുമ്പോൾ ചേട്ടൻ ഇവിടെ കിടക്കുന്നു. ബൈക്ക് മറിഞ്ഞു കിടപ്പുണ്ട്. വല്ല പാമ്പോ മറ്റോ കടിച്ചതാണോ എന്ന് ഞാൻ പേടിച്ചു, ദാമോദരൻ പറഞ്ഞു. രമേശൻ തൻ്റെ കൈകളിലേക്ക് നോക്കി. വിരലുകൾ പൊട്ടിയിട്ടുണ്ട്. നഖങ്ങൾക്കിടയിൽ മണ്ണും സിമന്റും നിറഞ്ഞിരിക്കുന്നു. ഷർട്ട് മുഴുവൻ അഴുക്കാണ്. താൻ കണ്ടത് സ്വപ്നമായിരുന്നോ? ഭിത്തികൾ വന്നതും തറ പിളർന്നതും ആ കണ്ണുകളും. ദാമോദര, ആ ഗേറ്റ് അത് പൂട്ടിയിട്ടുണ്ടോ? രമേശൻ വീടിന് നേരെ വിരൽ ചൂണ്ടി. ദാമോദരൻ ടോർച്ച് ലൈറ്റ് ഗേറ്റിലേക്ക് തെളിച്ചു. ഉവ്, വലിയ പൂട്ട് കിടപ്പുണ്ടല്ലോ. രമേശൻ വിറച്ചു. താൻ അകത്തായിരുന്നു, ഇപ്പോൾ പുറത്താണ്. ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. താനിങ്ങനെ മതിൽ ചാടി? ഓർമ്മയില്ല. ഒന്നുമില്ല ദാമോദര, തല കറങ്ങിയതാകും. ഞാൻ പോയിക്കൊള്ളാം.
രമേശൻ ബൈക്ക് എടുത്തു. ദാമോദരൻ സംശയത്തോടെ നോക്കി നിന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രമേശന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ രമേശൻ റിയർവ്യൂ മിററിൽ നോക്കിയില്ല. പിന്നിൽ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന പേടി അയാളെ വിഴുങ്ങി. ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം മുന്നിലെ റോഡിൽ മാത്രം ഒതുങ്ങി നിന്നു. ഇരുവശത്തെയും റബ്ബർ മരങ്ങൾ ഓടി മറയുന്ന കാഴ്ച ഭയാനകമായിരുന്നു. പെട്ടെന്ന് ബൈക്കിന്റെ പിന്നിലെ സീറ്റിൽ ഭാരം കൂടിയതുപോലെ ഒരു തോന്നൽ. ടയർ അമരുന്ന ശബ്ദം. രമേശൻ ശ്വാസം പിടിച്ചു. വണ്ടി നിർത്താൻ പാടില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ല. രമേശ, തൊട്ടു പിന്നിൽ നിന്ന് കാറ്റിന്റെ ശബ്ദത്തിൽ ആരോ വിളിച്ചു. അത് മനുഷ്യ ശബ്ദമല്ല, ഇലകൾ ഉരസുന്നത് പോലെയുള്ള ഒരു ശബ്ദം. രമേശൻ ആക്സിലേറ്റർ തിരിച്ചു. വണ്ടി ചീറിപ്പാഞ്ഞു. ടൗണിലെ തെരുവിളക്കുകൾ കണ്ടപ്പോഴാണ് അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. പിന്നിലെ സീറ്റിലെ ഭാരം കുറഞ്ഞതുപോലെ തോന്നി. വീട്ടിലെത്തി ബെല്ലടിച്ചപ്പോൾ ഭാര്യ വാതിൽ തുറന്നു. രമേശന്റെ കോലം കണ്ട് അവർ ഭയന്നു. എന്തുപറ്റി? ആക്സിഡന്റ് വല്ലതും? ഒന്നുമില്ല, ഒന്ന് വീണു. രമേശൻ അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. അന്ന് രാത്രി അയാൾക്ക് പനി വന്നു. പുലമ്പലുകൾക്കിടയിൽ അയാൾ പലപ്പോഴും കൈകൾ കുടഞ്ഞു. വിടവടയ്ക്കുമെന്ന് അയാൾ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നുവെന്ന് ഭാര്യ പിറ്റേന്ന് പറഞ്ഞു. 2 ദിവസത്തേക്ക് രമേശൻ പുറത്തേക്കിറങ്ങിയില്ല. പനി കുറഞ്ഞെങ്കിലും ക്ഷീണം മാറിയില്ല. പക്ഷേ അയാളുടെ മനസ്സ് ആ വീടിനെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. 3-ാം ദിവസം അയാൾ വർഗീസിനെ വിളിച്ചു. വർഗീസെ, ഞാൻ പണി നിർത്തുക. അഡ്വാൻസ് തുക ഞാൻ തിരിച്ചു തരാം. വർഗീസ് ചിരിച്ചു. രമേശേട്ടാ, തമാശ പറയല്ലേ. ആ വീട് പകുതി പൊളിച്ചിട്ടു. ഇനി ആര് വരാനാ? രമേശേട്ടൻ ധൈര്യമായിട്ട് ചെല്ല്. ആ പൂജാരി ചെയ്തൊക്കെ അവിടെ ഉണ്ടല്ലോ. രമേശൻ ഫോൺ വെച്ചു. പണി പൂർത്തിയാക്കാതെ പിന്മാറുന്നത് തൻ്റെ ജോലിയെ ബാധിക്കും. പക്ഷേ അവിടേക്ക് പോകാൻ ധൈര്യമില്ല. അന്ന് വൈകുന്നേരം അയാൾ പഴയങ്ങാടിയിലുള്ള ഒരു ചായക്കടയിൽ പോയി. അവിടെ വെച്ചാണ് അയാൾ കുഞ്ഞാപ്പുവിനെ കണ്ടത്. 90 വയസ്സുള്ള ആ നാട്ടിലെ പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ. രമേശൻ ആ വീടിനെക്കുറിച്ച് ചോദിച്ചു. കുഞ്ഞാപ്പുവിൻ്റെ മുഖം ഇരുണ്ടു. ആ വീടോ? വർഗീസ് അത് വാങ്ങിയോ? വിഡി. അവിടെ എന്താ സംഭവിച്ചത്? അതൊരു ഡോക്ടറുടെ വീടല്ലേ? രമേശൻ ചോദിച്ചു. കുഞ്ഞാപ്പു ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. ഡോക്ടർ? ഉവ്, ഡോക്ടർ ഹരിദാസ്. നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു അനിയനുണ്ടായിരുന്നു, മാധവൻ. മാധവനോ? അതെ. ആർക്കും അറിയില്ല അങ്ങനെ ഒരാളെക്കുറിച്ച്. പുറം ലോകം കണ്ടിട്ടില്ല. ജനിച്ചപ്പോൾ മുതൽ എന്തോ കുഴപ്പമായിരുന്നു. വല്ലാത്ത അക്രമകാരി. മൃഗങ്ങളെ പച്ചയ്ക്ക് തിന്നുന്ന സ്വഭാവം. അതുകൊണ്ട് ഡോക്ടർ അവനെ ഒരു മുറിയിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. രമേശൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഏത് മുറി? വീടിൻ്റെ വടക്കേ അറ്റത്തുള്ള മുറി. അതിൻ്റെ വാതിൽ ഒരിക്കലും തുറന്നിരുന്നില്ല. ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ തറയിലൊരു ചെറിയ ദ്വാരമുണ്ടാക്കിയിരുന്നു, ഒരു നിലവറ പോലെ. രമേശൻ്റെ കയ്യിലെ ചായ തുളുമ്പി. തറയിലെ ആ ലോഹവളയം, ആ വിടവ് രമേശൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. എന്നിട്ട് മാധവനെവിടെ? രമേശൻ ചോദിച്ചു. കുഞ്ഞാപ്പു ശബ്ദം താഴ്ത്തി. ഒരു ദിവസം ഡോക്ടർ മരിച്ചു. ഹൃദയാഘാതമായിരുന്നു. ഡോക്ടർ മരിച്ച വിവരമറിഞ്ഞ് നാട്ടുകാർ വന്നപ്പോൾ മാധവന്റെ മുറിയിൽ നിന്ന് ഒച്ചയൊന്നും കേട്ടില്ല. പോലീസുകാർ വന്നു ആ മുറി തുറക്കാൻ നോക്കി. പക്ഷെ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? രമേശൻ വിറച്ചു പോയിരുന്നു. ആ മുറിയുടെ വാതിൽ അകത്തുനിന്ന് സിമന്റ് വെച്ച് അടച്ചിരുന്നു. ആര്, എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. പിന്നെ ആരും അത് തുറക്കാൻ പോയില്ല. വീട് അനാഥമായി കിടന്നു. മാധവൻ അതിനുള്ളിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ... കുഞ്ഞാപ്പു പാതിയിൽ നിർത്തി. അല്ലെങ്കിൽ... രമേശൻ ആകാംക്ഷയോടെ നോക്കി. അല്ലെങ്കിൽ അവനിപ്പോഴും അവിടെ ഉണ്ടാകാം, മരിക്കാതെ കാത്തിരിക്കുന്നുണ്ടാവാം. രമേശൻ എഴുന്നേറ്റു, തല കറങ്ങുന്നതുപോലെ. ആ മുറിയുടെ അടിയിൽ കണ്ട കണ്ണുകൾ, അത് മാധവൻ്റേതാണോ? 50 വർഷമായി ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? അതോ അത് മനുഷ്യനല്ലേ? അന്ന് രാത്രി രമേശൻ തീരുമാനിച്ചു, ഇതിൻ്റെ അവസാനം കാണണം. ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ആ വീട് പൊളിച്ചു മാറ്റണം. ആ നിലവറ തുറക്കണം. അതിനുള്ളിലുള്ളത് എന്തായാലും അതിനെ പുറത്തു കൊണ്ടുവരണം. പിറ്റേന്ന് രാവിലെ രമേശൻ വീണ്ടും സൈറ്റിലെത്തി. ഇത്തവണ തനിച്ചല്ല, കൂടെ JCB ഡ്രൈവർ ബാബു. അവൻ്റെ കൈ ഭേദമായിരുന്നു. പിന്നെ 2 ബംഗാളി പണിക്കാരും. അവർക്ക് ആ വീടിൻ്റെ ചരിത്രമൊന്നും അറിയില്ല. ഇന്ന് ആ വടക്കേ ഭാഗം മൊത്തം ഇളക്കണം, അടിത്തറ സഹിതം. രമേശൻ നിർദ്ദേശം നൽകി. JCB ഗർജിച്ചു. ബാബു വണ്ടി വടക്കേ ഭിത്തിക്ക് നേരെ തിരിച്ചു. ബക്കറ്റ് ഉയർന്നു. രമേശൻ അല്പം മാറി നിന്നു.
അയാൾ ഉറ്റുനോക്കുന്നത് ആ തറയിലേക്കാണ്. മണ്ണ് മൂടിക്കിടക്കുന്ന ആ ലോഹവളയത്തിലേക്ക്. ബാബു ബക്കറ്റ് താഴേക്കിറക്കി ഭിത്തിയിൽ തൊട്ടു. ആ നിമിഷം വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. കണ്ണാടി ഉടയുന്ന ശബ്ദം. പക്ഷെ അവിടെ കണ്ണാടികളൊന്നും ബാക്കിയില്ലായിരുന്നു. തുടർന്ന് ആ മുറിയുടെ തറ വിണ്ടുകീറാൻ തുടങ്ങി. JCBയുടെ ബക്കറ്റ് തട്ടിയിട്ട് പോലുമില്ല. തനിയെ ഭൂമി പിളരുന്നത് പോലെ ഒരു വിള്ളൽ. ആ വിള്ളലിൽ നിന്ന് പുക ഉയർന്നു. പൊടിയല്ല, കറുത്ത പുക. നിർത്ത്, രമേശൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ബാബു കേട്ടില്ല. അല്ലെങ്കിൽ അവന് വണ്ടി നിർത്താൻ കഴിഞ്ഞില്ല. JCB നിയന്ത്രണം വിട്ട് മുന്നോട്ട് നീങ്ങി, നേരെ ആ വിള്ളലിലേക്ക്. വലിയൊരു ശബ്ദത്തോടെ JCBയുടെ മുൻഭാഗം ആ കുഴിയിലേക്ക് താഴ്ന്നു. ബാബു ക്യാബിനുള്ളിൽ അലറി വിളിച്ചു. രമേശൻ ഓടിച്ചെന്നു. കുഴിക്ക് അസാധാരണമായ ആഴമുണ്ടായിരുന്നു. JCBയുടെ പകുതി ഭാഗം അകത്താണ്. ആ കുഴിയിൽ നിന്ന് JCBയുടെ ടയറുകൾക്കിടയിലൂടെ ഒരു കൈ ഉയർന്നു വന്നു. മെലിഞ്ഞുണങ്ങിയ നഖങ്ങൾ നീണ്ട ഒരു കൈ. അത് JCBയുടെ ടയറിൽ പിടിച്ചു. ആ പിടിയിൽ ടയറിലെ റബ്ബർ ഉരുകുന്നതുപോലെ പുകഞ്ഞു. രമേശൻ സ്തംഭിച്ചു നിന്നു. മാധവൻ, അവൻ മരിച്ചിട്ടില്ല. ആ കൈ മെല്ലെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. പിന്നാലെ ഒരു തലയും. മുടി ജട പിടിച്ച, മുഖം വ്യക്തമല്ലാത്ത ഒരു രൂപം. പക്ഷെ രമേശനെ ഭയപ്പെടുത്തിയത് ആ രൂപമല്ല. ആ രൂപത്തിൻ്റെ തോളിലിരുന്ന സാധനമാണ്. അതൊരു പാവയായിരുന്നു. പഴയ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു പാവ. കുട്ടികൾ കളിക്കുന്ന തരം. പക്ഷെ ആ പാവയ്ക്ക് തലയുണ്ടായിരുന്നില്ല. ആ രൂപം കുഴിയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വന്നു. അത് നിവർന്നു നിന്നു. അതിന് 7 അടിയോളം ഉയരമുണ്ടായിരുന്നു. അത് ബാബുവിനെ നോക്കിയില്ല. അത് നോക്കിയത് രമേശനെയാണ്. അതിൻ്റെ ചുണ്ടുകൾ അനങ്ങി. ശബ്ദം കാറ്റിൽ അലിഞ്ഞു ചേർന്നു. എങ്കിലും രമേശൻ അത് കേട്ടു. എൻ്റെ കളിപ്പാട്ടം എവിടെ? ആ ചോദ്യം കാറ്റിലൂടെ ഒഴുകിയെത്തി രമേശൻ്റെ ചെവിയിൽ തുളച്ചു കയറി. മനുഷ്യ ശബ്ദമായിരുന്നില്ല അത്. തുരുമ്പിച്ച ഇരുമ്പുരസുന്നത് പോലെയുള്ള പരുക്കൻ ശബ്ദം. JCBയുടെ ക്യാബിനുള്ളിൽ ബാബു അനങ്ങാൻ ശ്രമിച്ചു. അവൻ ഭയത്താൽ മരവിച്ചിരിക്കുകയായിരുന്നു. ആ രൂപം, മാധവൻ, മെല്ലെ JCBയിലേക്ക് അടുത്തു. അവൻ്റെ നീണ്ട കൈകൾ യന്ത്രത്തിൻ്റെ ഇരുമ്പ് കമ്പികളിൽ പിടിച്ചു. ഒരു ബിസ്ക്കറ്റ് പൊടിക്കുന്ന ലാഘവത്തോടെ അവൻ ആ ഇരുമ്പ് കമ്പികൾ വളച്ചു. വേണ്ട, എന്നെ കൊല്ലല്ലേ. ബാബുവിൻ്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. മാധവൻ അത് കേട്ടതായി ഭാവിക്കുക പോലും ചെയ്തില്ല. അവൻ ബാബുവിനെ നോക്കിയത് ഒരു മനുഷ്യനെ നോക്കുന്നത് പോലെയല്ല, മറിച്ച് കേടുവന്ന ഒരു യന്ത്രത്തെ നോക്കുന്നത് പോലെയാണ്. ഇത് ശബ്ദമുണ്ടാക്കുന്നു. എനിക്കിഷ്ടമല്ല. മാധവൻ പിറുപിറുത്തു. അടുത്ത നിമിഷം ഒരു വലിയ ശബ്ദത്തോടെ JCBയുടെ ക്യാബിൻ അമർന്നു. ഒരു വലിയ ടിൻ ക്യാൻ ചവിട്ടിപ്പരത്തുന്നത് പോലെയുള്ള ശബ്ദം. അതിനുള്ളിൽ നിന്ന് ബാബുവിൻ്റെ നിലവിളി പാതി വഴിയിൽ മുറിഞ്ഞു. പിന്നെ കേട്ടത് എല്ലുകൾ പൊട്ടുന്ന ശബ്ദവും ദ്രാവകം തെറിക്കുന്ന ശബ്ദവും മാത്രം. രമേശൻ ശ്വാസമടക്കി പിടിച്ച് പിന്നിലേക്ക് നീങ്ങി. അയാളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബംഗാളി പണിക്കാർ നേരത്തെ തന്നെ മതിൽ ചാടി ഓടിപ്പോയിരുന്നു. ഇപ്പോൾ അവിടെ രമേശനും ആ രാക്ഷസനും മാത്രം. മാധവൻ JCBയിൽ നിന്ന് കൈ പിൻവലിച്ചു. അവൻ്റെ കൈകളിൽ ചോരയും ഗ്രീസും പുരണ്ടിരുന്നു. അവൻ തൻ്റെ തോളിലിരിക്കുന്ന തലയില്ലാത്ത പാവയെ എടുത്തു. നോക്കൂ, ഇത് പൊട്ടിപ്പോയി. നമുക്ക് വേറെ നോക്കാം. അവൻ ആ പാവയോട് സംസാരിക്കുകയാണ്. രമേശൻ തിരിഞ്ഞോടി. ഗേറ്റ് ലക്ഷ്യമാക്കി സർവശക്തിയും എടുത്ത് ഓടി. ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. അയാൾ ഗേറ്റിൽ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. പിന്നിൽ നിന്ന് കനമുള്ള കാലടികൾ അടുക്കുന്നത് രമേശൻ കേട്ടു. ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ള നടപ്പ്. രമേശൻ ഗേറ്റിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് ചാടി. റോഡിലെ ടാറിലേക്ക് വീണ് കൈമുട്ട് പൊട്ടി. വേദന വകവയ്ക്കാതെ അയാൾ എഴുന്നേറ്റു. പക്ഷേ തലയുയർത്തി നോക്കിയപ്പോൾ രമേശൻ സ്തംഭിച്ചുപോയി. താൻ നിൽക്കുന്നത് റോഡിലല്ല, വീണ്ടും ആ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. എന്താണിത്? രമേശൻ അവിശ്വസനീയതയോടെ ചുറ്റും നോക്കി. താൻ ഗേറ്റ് ചാടി പുറത്തിറങ്ങിയതാണ്. പക്ഷേ എത്തിയത് വീണ്ടും അകത്തു തന്നെ. അയാൾ വീണ്ടും ഗേറ്റിന് നേരെ ഓടി. വീണ്ടും ചാടി. ഫലം പഴയത് തന്നെ. രമേശൻ വീണ്ടും ആ മുറ്റത്ത്. JCBയുടെ തകർന്ന അവശിഷ്ടങ്ങൾക്ക് മുമ്പിൽ തിരിച്ചെത്തി. ആ വീടും പറമ്പും ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നത് പോലെ തോന്നി. ഇവിടെ നിന്ന് പുറത്തേക്ക് വഴിയില്ല. ഇതൊരു കുരുക്കാണ്. കാലങ്ങളായി മാധവൻ അനുഭവിച്ച അതേ തടവറയിൽ രമേശനും കുടുങ്ങിയിരിക്കുന്നു. നീ പോവുകയാണോ? തൊട്ടുപിന്നിൽ നിന്ന് ശബ്ദം. രമേശൻ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ വശത്തുള്ള വലിയ കിണറിൻ്റെ മറവിലേക്ക് ഓടി. കിണറിൻ്റെ അരമതിലിന് പിന്നിൽ അയാൾ ഒളിച്ചിരുന്നു. ശ്വാസം പൊത്തിപ്പിടിച്ചു. ഹൃദയം മാർത്തടിച്ച് പുറത്തു ചാടുമെന്ന് തോന്നി.
മാധവൻ മുറ്റത്ത് നിൽക്കുകയാണ്. അവൻ ചുറ്റും നോക്കുന്നു. അവൻ്റെ തോളിലെ പാവ ഇപ്പോൾ താഴെ ഇറങ്ങിയിരിക്കുന്നു. അത് പാവയല്ല. രമേശൻ സൂക്ഷിച്ചു നോക്കി. അത് ഉണങ്ങി ശോഷിച്ച ഒരു കുരങ്ങൻ്റെ ജഡമായിരുന്നു. അതിൻ്റെ തലഭാഗം അറുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. മാധവൻ അതിനെ ഒരു കുഞ്ഞിനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. നമുക്ക് കളിക്കാം, മാധവൻ വിളിച്ചു പറഞ്ഞു. അവൻ മണ്ണിലൂടെ നടക്കുമ്പോൾ പുല്ലുകൾ കരിഞ്ഞുണങ്ങുന്നത് രമേശൻ കണ്ടു. പെട്ടെന്ന് അന്തരീക്ഷം മാറി. പകൽ വെളിച്ചം അതിവേഗം മാഞ്ഞുപോയി. സൂര്യൻ അസ്തമിച്ചതല്ല, മറിച്ച് ആ പറമ്പിന് മുകളിൽ മാത്രം കനത്ത ഇരുട്ട് വന്നു മൂടിയതാണ്. വായുവിൽ അഴുകിയ മാംസത്തിൻ്റെ രുചി അനുഭവപ്പെട്ടു തുടങ്ങി. രമേശൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. റേഞ്ചില്ല. നോ സർവീസ് എന്ന് സ്ക്രീനിൽ തെളിഞ്ഞു. നീ എവിടെയാണ്? ഒളിച്ചു കളിക്കുകയാണോ? മാധവൻ്റെ ശബ്ദം ഇപ്പോൾ കൂടുതലടുത്തു. അവൻ കിണറിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. രമേശൻ തറയിൽ കിടന്ന ഒരു വലിയ കല്ല് കയ്യിലെടുത്തു. മരിക്കാൻ തയ്യാറല്ല, പൊരുതും. മാധവൻ കിണറിൻ്റെ അടുത്തുകൂടി നടന്നുപോയി. അവൻ തന്നെ കണ്ടില്ല എന്ന് രമേശൻ ആശ്വസിച്ചു. പക്ഷെ പെട്ടെന്ന് മാധവൻ നിന്നു. അവൻ കാറ്റിൽ മണത്തു നോക്കുന്നത് പോലെ തല ഉയർത്തി. പുതിയ മണം, അവൻ പറഞ്ഞു. പിന്നെ അവൻ തിരിഞ്ഞു, നേരെ രമേശൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക്. രമേശൻ കല്ലുയർത്തി എറിഞ്ഞു. അത് മാധവൻ്റെ നെഞ്ചിൽ കൊണ്ടു. പക്ഷെ ഒരു കൊതുക് കടിച്ചതുപോലെ പോലും അവൻ കുലുങ്ങിയില്ല. മാധവൻ കൈ നീട്ടി രമേശൻ്റെ കഴുത്തിൽ പിടിച്ചു. ഐസ് കട്ട പോലെ തണുത്ത ഇരുമ്പ് പോലെ ഉറപ്പുള്ള പിടി. രമേശനെ അവൻ വായുവിലേക്ക് ഉയർത്തി. രമേശൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. മാധവൻ്റെ മുഖം ഇപ്പോൾ വ്യക്തമായി കാണാം. കണ്ണുകളില്ല, കൺതടങ്ങൾ ശൂന്യമായ കുഴികളാണ്. ചുണ്ടുകൾ വലിഞ്ഞ് കീറിയിരിക്കുന്നു. പല്ലുകൾക്ക് മൃഗങ്ങളുടേതുപോലെയുള്ള കൂർപ്പ്. എനിക്ക് കണ്ണുകൾ വേണം, മാധവൻ പറഞ്ഞു. നിന്റെ കണ്ണുകൾ നല്ലതാണ്. അവൻ രമേശനെ തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. രമേശൻ ആ ശൂന്യമായ കൺകുഴികളിലേക്ക് നോക്കി. അവിടെ അനന്തമായ ഇരുട്ടായിരുന്നു. അപ്പാ നോക്കൂ, എനിക്ക് പുതിയ പാവയെ കിട്ടി, മാധവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ അവൻ രമേശനെ നോക്കി ചിരിച്ചു. പക്ഷേ നിനക്ക് തല കൂടുതലാണ്, എൻ്റെ പാവയ്ക്ക് തലയില്ല. ഒരു ഞെട്ടലോടെ രമേശൻ അക്കാര്യം തിരിച്ചറിഞ്ഞു. മാധവൻ തിരയുന്നത് അവൻ്റെ കളിക്കൂട്ടുകാരനെയല്ല, അവൻ്റെ പാവയ്ക്ക് യോജിച്ച ഒരു തലയാണ്. മാധവൻ അവൻ്റെ മറുകൈ കൊണ്ട് രമേശൻ്റെ തലയിൽ പിടിച്ചു. വേണ്ട വേണ്ട, രമേശൻ ശബ്ദമില്ലാതെ കരഞ്ഞു. വേദനിക്കില്ല, വെറും കളി മാത്രം, മാധവൻ പറഞ്ഞു. അവൻ്റെ വിരലുകൾ രമേശൻ്റെ തലയോട്ടിയിൽ അമർന്നു. എല്ലുകൾ ഞെരിയുന്ന ശബ്ദം രമേശൻ്റെ ചെവിയിൽ മുഴങ്ങി. കാഴ്ച മങ്ങാൻ തുടങ്ങി. അവസാനമായി അവൻ കണ്ടത് താഴെ കിടക്കുന്ന ആ തലയില്ലാത്ത കുരങ്ങിൻ്റെ ജടമനങ്ങുന്നതാണ്. അത് കൈകൾ നീട്ടി രമേശനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. ഒരു മരക്കം പൊടിയുന്നത് പോലെയുള്ള ശബ്ദം ആ ഒഴിഞ്ഞ വീട്ടിൽ മുഴങ്ങി. പിന്നെ എല്ലാം നിശബ്ദമായി. 2 ആഴ്ചയ്ക്ക് ശേഷം വർഗീസ് പോലീസുകാരുമായി ആ പറമ്പിലെത്തി. രമേശിനെയും ബാബുവിനെയും കാണാതായിട്ട് 2 ആഴ്ചയായി. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് വന്നത്. JCB അവിടെ തന്നെയുണ്ട്, പക്ഷെ അത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ക്യാബിൻ ചതഞ്ഞരഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ രക്തത്തിൻ്റെ കറയുണ്ട്, പക്ഷെ ബാബുവിൻ്റെ ശരീരമില്ല. എന്താ ഇവിടെ നടന്നത്? SI ചോദിച്ചു. വർഗീസ് ഭയത്തോടെ ചുറ്റും നോക്കി. വടക്കേ മുറിയുടെ ഭാഗത്ത് വലിയൊരു കുഴി കാണാം, പക്ഷേ അതിപ്പോൾ മണ്ണ് മൂടിക്കിടക്കുകയാണ്. സാറേ, ഇവിടെ ഒരു കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു. അവർ വടക്കേ മുറിയുടെ മൂലയിലേക്ക് ചെന്നു. അവിടെ ഭിത്തിയോട് ചേർന്ന് 2 രൂപങ്ങളിരിക്കുന്നു. മനുഷ്യരൂപങ്ങൾ, പക്ഷേ വിചിത്രമായ രീതിയിൽ. ഒന്നുണങ്ങി അഴുകിയ ഒരു ജഡമാണ്, അതിന് തലയില്ല. മറ്റേത്, വർഗീസ് ഞെട്ടി പിന്നിലേക്ക് മാറി. അത് രമേശൻ്റെ ശരീരമാണ്. അവൻ ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ്. അവൻ്റെ മടിയിൽ ഒരു ജഡം വച്ചിട്ടുണ്ട്. പക്ഷേ രമേശൻ്റെ തല, അത് അവൻ്റെ കഴുത്തിലല്ല. രമേശൻ്റെ അറുത്തുമാറ്റപ്പെട്ട തല ആ ജഡത്തിൻ്റെ കഴുത്തിൽ വെച്ചിരിക്കുകയാണ്, ആരോ തുന്നിച്ചേർത്തതുപോലെ. രമേശൻ്റെ തുറന്ന കണ്ണുകൾ പോലീസുകാരെ ഉറ്റുനോക്കി. ആ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു, മരവിച്ച ഭയാനകമായ ഒരു ചിരി. പെട്ടെന്ന് ആ തലയുടെ ചുണ്ടുകൾ അനങ്ങി. ആ തൊണ്ടയിൽ നിന്ന് തന്നെ ഒരു ശബ്ദം വന്നു. കളി കഴിഞ്ഞു, ഇനി നിങ്ങൾ. പോലീസുകാർ തോക്കെടുക്കാൻ പോലും മറന്നുപോയി. വർഗീസ് നിലവിളിച്ചുകൊണ്ട് ഗേറ്റിന് നേരെ ഓടി. പക്ഷേ ഇത്തവണ ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. അകത്തുള്ള ഇരുട്ട് മെല്ലെ പുറത്തേക്ക് ഒഴുകി തുടങ്ങി. ഒഴിഞ്ഞ വീട് ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ല, അത് നിറഞ്ഞിരിക്കുന്നു പുതിയ കളിപ്പാട്ടങ്ങളെ കൊണ്ട്.